കേരളത്തിലെ സർക്കാരിന്റെ ധനസ്ഥിതി എന്താണെന്ന് നമുക്കേവർക്കും അറിയാവുന്ന കാര്യമാണ്. ധനസ്ഥിതി അറിയാത്തത് പിണറായി വിജയനും കൂട്ടർക്കും മാത്രമാണ്. കേരളത്തിലെ ഖജനാവിന്റെ ധനസ്ഥിതി എന്തു തന്നെയായാലും തങ്ങളുടെ ആവശ്യത്തിന് ചെലവഴിക്കുന്നതിന് ഒരു കോട്ടവും വരുത്താത്ത സർക്കാരാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് കോടികൾ ചെലവഴിച്ചുകൊണ്ട് നടത്തിയ നവകേരള സദസ് മാമാങ്കത്തിന് മുഖ്യമന്ത്രിയുടെ ഹോർഡിങ്സും ഫോട്ടോയും ഒക്കെ വെക്കാൻ തുക അനുവദിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വന്നത്. ഇനി അടുത്തത് വരാൻ പോകുന്നത് ഓണമാണ്. ഓണത്തിന് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിരിക്കുകയാണ് ധനമന്ത്രി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കടമെടുക്കാൻ ബാക്കി 3700 കോടി മാത്രമാണ് ഇനിയുള്ളത്. വഴികൾ അടഞ്ഞ് എന്ത് ചെയ്യും എന്ന ആലോചനയിൽ KN ബാലഗോപാൽ നിൽക്കുന്നു. സംസ്ഥാനത്തിന്റെ നിത്യച്ചെലവുകൾക്ക് പോലും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരിക്കുന്ന ഈ അവസരത്തിലാണ് ഓണച്ചെലവിന് പണമില്ലാതെ സർക്കാർ നിൽക്കുന്നത്. ഡിസംബർ വരെ വെറും 3700 കോടി രൂപ മാത്രമാണ് ഇനി കടമെടുക്കൽ പരിധിയുള്ളത്. 3 മാസം 3700 കോടി കൊണ്ട് എങ്ങനെ തള്ളി നീക്കുമെന്ന് ധനവകുപ്പിന് ഒരു എത്തും പിടിയുമില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഡിസംബർ വരെ 21,253 കോടി രൂപ കടമെടുക്കാനാണ് കേരളത്തെ അനുവദിച്ചിരുന്നത്. ഇതിൽ 3700 കോടി ഒഴികെയുള്ളത് എടുത്തു കഴിഞ്ഞു. ഡിസംബറിന് ശേഷം മാർച്ച് വരെ കേന്ദ്രം എത്ര തുക അനുവദിക്കുമെന്നും ഇപ്പോൾ നിശ്ചയമില്ല. പ്രൊവിഡന്റ് ഫണ്ടും ട്രഷറി നിക്ഷേപവും ഉൾപ്പെടെയുള്ള പൊതു അക്കൗണ്ട് കണക്കാക്കി കടം വെട്ടിക്കുറച്ചതിൽ അപാകമുണ്ടെന്ന് സംസ്ഥാനം പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ കടപരിധിയിൽ മാറ്റം വരുത്താനുള്ള തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. സപ്ലൈകോ തന്നെ 500 കോടി ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ബോണസ്, ഉത്സവബത്ത, ഓണം അഡ്വാൻസ് എന്നിവ നൽകുന്നതിന് 700 കോടി രൂപ തന്നെ വേണ്ടിവരും. അസംഘടിത മേഖലയിൽ ഉൾപ്പെടെ ആനുകൂല്യം നൽകാൻ 600 കോടി പിന്നെയും വേണം. കടപരിധി നിർണ്ണയിക്കുന്ന കേന്ദ്ര മാനദണ്ഡത്തിനെതിരെ കേരളം നൽകിയ കേസ് സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന് വിട്ടും കഴിഞ്ഞു. ക്ഷേമ പെൻഷൻ കുടിശ്ശികയിൽ 2 ഗഡു ഈ വർഷം നൽകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് പാലിക്കണമെങ്കിൽ തന്നെ 1 ഗഡു ഓണത്തിനും മറ്റൊന്ന് ക്രിസ്തുമസിനും നൽകണം. ഇപ്പോൾ ക്ഷേമ പെൻഷനുകൾ നൽകുന്നുണ്ട്. കുടിശ്ശിക ചേർത്ത് ഓണത്തിന് 2 മാസത്തെ പെൻഷൻ നൽകാൻ തന്നെ 1900 കോടി വേണം. ഇതൊക്കെ എവിടെ നിന്ന് കണ്ടെത്താനാകുമെന്ന് മാത്രം പിണറായി വിജയൻ അറിയില്ല. ധനവകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ കേന്ദ്രത്തെ കുറ്റം പറഞ്ഞ് കാലം കഴിച്ചു നിൽക്കുകയാണ്. കടം കിട്ടിയില്ലെങ്കിൽ കേരളത്തിൽ ദൈനംദിന ചിലവുകൾ പോലും നടക്കില്ല എന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്.